welcome to PUTHOORANS. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ലോട്ടി ചോക്കോ പൈ ഉണ്ടാക്കുന്നത് ആ ഒരു മാഷ്മലോ റിച്ച് മാഷ്മലോ ഫില്ലിങ്ങും ചോക്ലേറ്റ് കോട്ടിങ്ങും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ചോക്കോ പൈ ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. എല്ലാവർക്കും ചോക്കോ പൈ ഇഷ്ടമായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ, അതായത് കേക്ക് ലെയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബട്ടറാണ്. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇത്രയും വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാലും മതി. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബീറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കുറച്ച് വൈറ്റിഷായി വരുന്നിടം വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതാണെങ്കിലും പൊടിക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ആഡ് ചെയ്യുമ്പം കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും വാനില എസൻസും ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കാര്യം വിട്ടുപോയി, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേർത്തത്. അതുപോലെ ഞാൻ 3 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കണം. അതിനുശേഷം നമ്മളിത് പ്ലേറ്റോ അല്ലെങ്കിൽ ട്രേയിലേക്കോ പൈപ്പ് ചെയ്താണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ആദ്യം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടി ഒരു പൈപ്പിംഗ് ബാഗ് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ അല്ലെങ്കിൽ ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് ഗ്രീസ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനേ. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ലൊരു സർക്കിൾ പോലെ ഇത് പൈപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ ഇത് ചെയ്താലും
കുഴപ്പമില്ല. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് കുറച്ചുകൂടെ നല്ലൊരു സർക്കിളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിരലിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് അതിൻ്റെ മുകളിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത്ര എണ്ണം ഈ ഒരു ട്രെയിൽ തന്നെ പൈപ്പ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ബേക്ക് ആവുമ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങനെ വലുതായി വരും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഓവനിൽ തന്നെ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തതിന് ശേഷം അതിൽ നമുക്ക് ബേക്ക് ചെയ്യാം. ഓവനിലല്ലാതെ ആണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് ബേക്ക് ആകും. ഓവനിലാണെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 8 മിനിറ്റ് കൊണ്ട് ഇത് ബേക്ക് ആവും. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് സൈഡൊക്കെ ഫസ്റ്റിലത്തേത്. കാരണം അത് ഒരുപാടങ്ങ് വലുതായി. ഇപ്പം കുറച്ചെണ്ണം തന്നെ ഒരു ട്രെയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിൽ ചെയ്തതാണ്. ഇനി എങ്ങനെയാണ് ആ റിച്ച് മാഷ്മെല്ലോ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ജലാറ്റിനാണ് വേണ്ടത്. ഇനി അതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ലെമൺ ഡ്രോപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഒരു 5-6 തുള്ളി മതി. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത്രയും വേണ്ട. ഇനി അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സംഭവം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളത് എടുക്കുമ്പം നമുക്കത് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമ്മുടെ ജെലാറ്റിൻ മിക്സ് ചെയ്ത ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പോടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടി കുറച്ച് നേരം എടുക്കും. കുറച്ച് കൂടുതൽ നേരം എടുക്കും. അതായത് ആദ്യം ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ ഫ്ലോപ്പായോ എന്താ പറ്റി എന്നൊക്കെ. പക്ഷേ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പം ഇത് ശരിയാകും. അതായത് നമുക്കിത് ബീറ്റർ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ ബീറ്ററിൽ ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്കാണെങ്കിൽ ഈ ബീറ്റർ നന്നായിട്ട് ചൂടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഫ്ലോപ്പായോ എന്ത് പറ്റിയെന്ന്. പക്ഷേ ഇത് കുറച്ച് നേരം എടുക്കും. അതായത് എത്ര കറക്റ്റ് സമയം പറയാൻ പറ്റില്ല, പക്ഷേ കുറേ നേരം എടുക്കും. പതിയെ ഇതുപോലെ നമ്മുടെ കളർ ചേഞ്ച് ആകാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ പതിയെ കുറച്ച് തിക്കാവാൻ തുടങ്ങും. ഞാനിപ്പോൾ വളരെ ചെറിയ പാത്രമാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് വേറൊരു പാത്രത്തിനകത്തോട് മാറ്റി. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല റിബൺ കൺസിസ്റ്റൻസി ആകും. അപ്പോൾ നമ്മുടെ ബീറ്റർ മൂവ് ചെയ്യാനൊക്കെ കുറച്ച് നല്ല പാടായിരിക്കും. അപ്പം ഇതാണ് ഒരു കൺസിസ്റ്റൻസി. കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കാം. മിക്സിയിലാകുമ്പോൾ ഇതുപോലെ നല്ലതായിട്ട് തിക്കായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇതൊരു ഓപ്ഷണലാണ്, പക്ഷേ കുറച്ചുകൂടെ എല്ലാത്തിനും കറക്റ്റ് സൈസ് വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും മാഷ്മെല്ലോ ഫില്ലിങ് നമ്മൾ പൈപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് നമ്മുടെ മാഷ്മെല്ലോ ഫില്ലിങ് ഒന്ന് ഫില്ല് ചെയ്യാം. നേരത്തെ പോലെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്കിത് ഫില്ല് ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ലൊരു ഗ്ലേസ് പോലെ ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. ഒരു ഫോർക്കിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കിത് എടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ എക്സസ് ആയിട്ടുള്ളതെല്ലാം പോയിക്കോളും. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് 1 hour ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം, തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലോട്ടി ചോക്കോ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ലോട്ടി ചോക്കോ പൈയുടെ കൂട്ടൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അത് ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. സോ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ലോട്ടി ചോക്കോ പൈ എൻ്റെ കയ്യിലുണ്ട്. ഇത് കാണാൻ അത്ര വലിയ രസമൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ മാർഷ്മെല്ലോ ഫില്ലിംഗ് ഒക്കെ കാണാൻ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം അത് കുറച്ചുകൂടെ തിക്കാവണമെന്ന് തോന്നുന്നു. അതായിരിക്കും. എന്തായാലും നോക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആ ചോക്ലേറ്റ് കോട്ടിങ് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. എന്നിട്ടും അത് മെൽറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ അതാണ് ലോട്ടി ചോക്കോ പൈ ഉണ്ടാക്കിയപ്പോൾ ഉള്ള അനുഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. സോ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. Thank you for watching till the end. Don't forget to subscribe and hit the bell icon. So once again, thank you for watching. See you in the next video.